ദൃശ്യങ്ങളിൽ കാണുന്ന വീട്ടമ്മയെ ആക്രമിച്ച 4ഓളം പവൻ വരുന്ന, അതായത് കഴുത്തിലെ മാല, കയ്യിലുണ്ടായിരുന്ന വള എന്നിവ ഉൾപ്പെടെ കവർച്ച ചെയ്യപ്പെട്ടത് ഇന്നലെ ഉച്ചയാണ്. അതുപോലെ എല്ലാവരും വീട്ടിലുണ്ടായിരുന്ന മുതിർന്നവരൊക്കെ പള്ളിയിൽ പോകുന്ന സമയമാണ്. അതുകൊണ്ട് ആ സമയം തക്കം പാത്ത് തന്നെയാണ് മോഷ്ടാവ് ഈ വീട്ടിലെത്തിയിട്ടുള്ളത്. ഉമ്മ, ഇന്നലെ എന്താണ് സംഭവിക്കുന്നത്? ഇന്നലെ ഒരു പെണ്ണ് വന്നുകൊണ്ട് ബെല്ലടിച്ച്. അപ്പോൾ ഞാൻ വാതിൽ തുറന്നപ്പോൾ പറഞ്ഞു SIRൻ്റെ ഫോം, ഉദ്യോഗസ്ഥയാണ്, SIRൻ്റെ ഫോം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എത്ര ആൾക്ക് SIR ഉണ്ട്, അത് എല്ലായിടത്തും വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇവിടെ 5ാമത് എടുത്തുകാണ് കൊടുത്ത് അത് കൊടുത്തുകാണ്ട് ഞാൻ ഒത്തുക്ക് കടന്ന്. പിന്നെ അപ്പം പറഞ്ഞ് ആധാർ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ആധാർ എടുക്കാൻ വേണ്ടി ഒത്തുക്ക് പോയി. അപ്പോൾ പറഞ്ഞ് റേഷൻ കാർഡും കൂടി വേണമെന്ന്. അപ്പോൾ എടുക്കാൻ പോയപ്പോൾ എൻ്റെ ഒപ്പാണ് കടന്ന് അതിൽ വിറ്റിട്ട് അവിടെ ഇട്ടിട്ട് പിന്നെ വായൊക്കെ ഇറക്കി കുടിച്ച് കൊത്തി ശങ്കരി ചവിട്ടിച്ച് ഇവിടെയൊക്കെ കൊത്തി ഓക്കെ. കൈൻ്റെ വിരലൊടിച്ച് കൈമത്തെ വളയെ ഊരി നെക്ലേസും പൊട്ടിച്ച് വലിയ രീതിയിൽ ആക്രമിച്ചൂലമ്മ. എന്നിട്ട് ഞാൻ അടുക്കള ഭാഗത്ത് കൂടി ഓടാൻ വേണ്ടി പിടിച്ചു തരും. 2 പ്രാവശ്യം ചെന്നപ്പോൾ അവിടേക്ക് എത്തുന്നതിൻ്റെ മുന്നേ വലിച്ച് ഇങ്ങോട്ട് ഇതിനുള്ളിൽ കൊടുന്നിട്ട്. എന്നിട്ട് പിന്നെ 3ാമത്തെ പ്രാവശ്യം ഏതോ കുളത്തിൽ ഞാൻ ഒത്ത് കടന്ന് അതിൽ തുറന്നുങ്ങാണ്ട് പുറത്ത് ചാടിയിട്ട് എല്ലാവരും വിളിച്ചപ്പോൾ അടുത്തുള്ളവരെല്ലാവരും വന്നു. അപ്പോഴേക്ക് ആള് ഓടിപ്പോയിരുന്നു. എൻ്റെ കൂടെ ഇറങ്ങി ഓടി. ഈ മുഖത്തുള്ള പാടൊക്കെ ഇന്നലെ ഉണ്ടായതാണോ? നേരത്തേന് നമുക്ക് അമ്മയുടെ മുഖത്തെ ദൃശ്യങ്ങൾ കണ്ടാൽ വ്യക്തമാവും. കാരണം ആ മുഖത്ത് ചവിട്ടേറ്റ് വലിയ രീതിയിൽ വീങ്ങിയിട്ടുണ്ട്. കയ്യിന് നല്ലപോലെ പരിക്കേറ്റിട്ടുണ്ട്. എന്തായാലും ഗൗരവമായിട്ടുള്ള കാര്യമാണ്. എന്താണ് ഈ പ്രദേശത്ത് ഇത്ര സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ മുൻപ്? ഈ പ്രദേശത്ത് ഇത്ര സംഭവങ്ങൾ ഇത് ആദ്യമായിട്ടുണ്ടാവുകയാണ്. ഇങ്ങനെ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ഈ വിവരം അറിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ പോലീസിനെ ഈ വീട്ടിൽ വന്ന് പോലീസിനെ വിളിച്ചു. ഒരു 5 മിനിറ്റ് ആയപ്പോൾ തന്നെ പോലീസ് എത്തി. അതിനുള്ള എല്ലാ കാര്യങ്ങളും ഡോഗ് സ്ക്വാഡും അതേപോലെ തന്നെ മറ്റേ സയൻറ്റിഫിക് വിദഗ്ധന്മാർ ഒക്കെ വന്ന് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് എല്ലാവിധ നല്ല നടപടികളാണ് കാണുന്നത്. അപ്പോൾ ഇനി പ്രതികൾ ആരാന്നുള്ളത് പോലീസാണ് വ്യക്തമാക്കേണ്ടത്. അതാണ് എന്തായാലും ഈ വീട്ടിലേക്ക് ഇതപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരും എത്തിയിട്ടുണ്ട്. സാറേ, നിലവിൽ ഈ ജില്ലയിൽ പലയിടത്തായിട്ട് ഇത്തരം മോഷണങ്ങൾ പതിവാണ്. ഇവിടെ ഇപ്പോൾ മൃഗീയമായിട്ട് ഉമ്മ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. എന്താണ് തുടർ നടപടി? എന്തൊക്കെയാണ് ഈ മോഡസുള്ള ആൾക്കാർ നമ്മൾ അവരുമായിട്ടാണ് നമ്മൾ ഇനി കേസന്വേഷണം മുന്നോട്ട് പോകുന്നത്. വല്ല വിവരം കിട്ടുകയാണെങ്കിൽ വിവരം കിട്ടും എന്നുള്ളതാണ് പ്രതീക്ഷയിലാണ്. പ്രദേശത്ത് CCTVകൾ ഇല്ലാത്ത വലിയ ആശങ്ക ഉണ്ട്. അതെ, CCTV പ്രദേശത്ത് പിന്നെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളാണ്. അങ്ങനെ ഒറ്റപ്പെട്ട് വീടുകളിലും തന്നെ ഒറ്റപ്പെട്ടുള്ള സ്ത്രീകളും ഒക്കെ ഉള്ള താമസിക്കുന്ന വീടുകൾ